നമസ്കാരം. ഓം നമ ശിവായ. ഫെബ്രുവരി 26 തിങ്കളാഴ്ച മഹാശിവരാത്രി കഴിഞ്ഞു. ഈ വർഷത്തെ ശിവരാത്രി സൂര്യോദയത്തോടെ ചില നാളുകാരുടെ ജീവിതത്തിലും ചില മഹാത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. 8 നാളുകളാണ് ഇതിൽ വരുന്നത്. സാക്ഷാൽ ഗജകേസരി യോഗമാണ് ഇവർക്ക് വരാൻ പോകുന്നത്. ജീവിതത്തിൽ ആദ്യമായി ആകും ഇത്തരത്തിലെ ഒരു ബലം ലഭിക്കാൻ ഇവർക്ക് പോകുന്നത്. ഈ നാളുകാർ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ ഇവർക്ക് ഇരട്ടി ഗുണം ലഭിക്കും എന്നാണ് ജ്യോതിഷപ്രകാരം പറയുന്നത്. ഏതൊക്കെ നാളുകാരാണ് ആ 8 നാളുകാർ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇതിൽ ആദ്യ നക്ഷത്രം മൂലം നക്ഷത്രമാണ്. ഇവർക്ക് ഇതുവരെ പരിഹാസവും പുച്ഛവുമെല്ലാം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അവരുടെ ജീവിതത്തിൽ നല്ല ഗുണം വരികയാണ്. ശിവഭഗവാന്റെ അനുഗ്രഹം ഇവർക്ക് ലഭിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ വഴിത്തിരിവാകാൻ പോകുന്ന ദിവസങ്ങളാണ് ഈ ശിവരാത്രി കഴിഞ്ഞതോടുകൂടി വരുന്നത്. ഇവരുടെ തീരാ ദുഃഖങ്ങളൊക്കെ തീരും, ദുരിതങ്ങൾ നീങ്ങും, തൊഴിൽ അതുപോലെ ധനപരമായി ഒക്കെ ഉയർച്ച ഉണ്ടാകും. ഇവരുടെ സങ്കടങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. ശിവക്ഷേത്രങ്ങളിൽ പോകുന്നതും ശിവഭഗവാന് വേണ്ടി വഴിപാടുകൾ നടത്തുന്നതുമൊക്കെ ഇവരുടെ ഗുണഫലങ്ങൾ ഇരട്ടിയാക്കുന്നതിന് ഉപകാരപ്രദമാകും. അടുത്തത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാര് ഇങ്ങനെ ഒരു നക്ഷത്രം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ കടന്നു വരുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഇവരുടെ ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളും ഇതുവരെ വന്നു ചേർന്നിട്ടുണ്ടാകും. ചില സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ അതൊക്കെ തീർന്നു കിട്ടാൻ പോവുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. ഇവരുടെ ജീവിതത്തിലെ വഴിത്തിരിവാകാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത്. ധനപരമായ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കും. ഇവർക്ക് സർവ്വ സമാധാനവും ലഭിക്കും. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശിവക്ഷേത്രങ്ങളിൽ പോവുകയും വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്താൽ കൂടുതൽ ഗുണഫലങ്ങൾ ഇവരെ തേടിയെത്തും. തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട്. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. ഇവരുടെ ജീവിതത്തിൽ ശിവരാത്രി ഇന്നോളം കൊണ്ടുവരാത്ത സൗഭാഗ്യങ്ങൾ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. വലിയ വലിയ അത്ഭുതങ്ങൾ, അതായത് മഹാത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും. നടക്കാത്ത കാര്യങ്ങളൊക്കെ, ഒട്ടും നമ്മളിപ്പോൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും മഹാത്ഭുതം എന്നോണം നടക്കും. ഇവരുടെ ജീവിതം പച്ച പിടിക്കുന്ന സമയമാകും ശിവരാത്രി കഴിഞ്ഞതോടുകൂടി ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് കാർത്തിക നക്ഷത്രക്കാരും ശിവക്ഷേത്രങ്ങളിൽ പോവുക, വഴിപാടുകൾ നടത്തുക, ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. ഇവർക്ക് പല പ്രശ്നങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ്. ഒന്ന് തീരുമ്പോൾ മറ്റൊരു പ്രശ്നം എന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം. ഇത്തരം കാലത്തിന് ശിവരാത്രിയോടനുബന്ധിച്ച് ഒരു മാറ്റം ഉണ്ടാവാൻ പോവുകയാണ്. ഇവരുടെ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് ശമിക്കാൻ പോവുകയാണ്. ഇവർക്ക് ഈശ്വരനും പ്രകൃതിയും അനുകൂലമായി മാറുന്ന സമയമാണ് ശിവരാത്രി കഴിഞ്ഞതോടുകൂടി ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. ആർക്കോ വേണ്ടി ജീവിക്കുന്നു എന്ന പോലെ ഇവരുടെ ഒരു അവസ്ഥയുണ്ട്. ശിവരാത്രിയോടുകൂടി അതൊക്കെ മാറുന്നു. ഇവരുടെ ദുരിതങ്ങൾ മാറുന്നു, മനപ്രയാസം മാറുന്നു, കഷ്ടതകൾ മാറുന്നു. ഇവരെ ഇത്രയും നാളും പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കൊക്കെ ബലം കൈവരികയാണ്. ശത്രുദോഷം മാറും. ജീവിതത്തിൽ ഇവർക്ക് ഉയർച്ച വരും. പുതിയ ജോലികളൊക്കെ അന്വേഷിക്കുന്ന ആളുകൾക്ക് ജോലികൾ ലഭിക്കും. ഇവരെ പുച്ഛിച്ചിരുന്ന ആളുകൾ ഇവരുടെ ഉയർച്ച കണ്ട് അതിശയത്തോടെ ഇവരെ നോക്കിക്കാണുന്ന ഒരവസ്ഥ വരും. ഇവർക്കും ശിവക്ഷേത്രങ്ങളിൽ പോകാം, ഭഗവാനെ പ്രാർത്ഥിക്കാം. അതൊക്കെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാൻ കൂടുതൽ ഉപകാരപ്രദമാകും. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്.
ഇവരുടെ ദോഷ അനുഭവങ്ങൾ മാറി നല്ല കാര്യങ്ങൾ നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വരുന്നത്. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പല നല്ല കാര്യങ്ങളും തിരിച്ചു പിടിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇനി ഈ ശിവരാത്രി കഴിഞ്ഞതോടുകൂടി ഇവർക്കുണ്ടാകാൻ പോകുന്നത്. ഇതുവരെയുള്ള ഭാഗ്യദോഷങ്ങളൊക്കെ ഇവർക്ക് മാറിക്കിട്ടും. ഇവരുടെ ജീവിതം വെച്ചടി ഉയർച്ചയിലേക്ക് നീങ്ങും. സമസ്ത മേഖലയിലും ജീവിതത്തിൽ ഇവർക്ക് ഉയർച്ചയുണ്ടാകും. ശിവക്ഷേത്രങ്ങളിൽ പോവുക, ഭഗവാനെ മനമുരുകി പ്രാർത്ഥിക്കുക എന്നതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 8 നക്ഷത്രക്കാർക്കും ശിവരാത്രി കഴിഞ്ഞതോടുകൂടി വളരെ മികച്ച ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്.